ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ ചാനലിൻ്റെ പേരാണ് വൺലിങ്. എന്നെക്കുറിച്ച് ഞാൻ ഓരോ വീഡിയോയിലായിട്ട് പിന്നീട് മെല്ലെ പറയാം. ഇപ്പോൾ ഞാൻ പോകുന്നത് അയർലൻഡിലെ ഫീനിക്സ് പാർക്കിലെ ഡബ്ലിൻ സൂ വിസിറ്റ് ചെയ്യാനാണ്. ഇതാണ് ഡബ്ലിൻ സൂവിൻ്റെ എൻട്രൻസ്. ഇങ്ങോട്ടേക്ക് കാർ എടുത്തപ്പോഴാണ് ഇവിടെ പാർക്കിംഗ് സ്പേസ് ഇല്ലയെന്ന് മനസ്സിലായത്. സോ ഞങ്ങൾ തിരിച്ച് പാർക്കിംഗ് സ്പേസിലേക്ക് പോയി പിന്നീട് അവിടെ നിന്ന് നടന്നു വരികയാണ് ചെയ്തത്. ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കൂടെ ഫസ്റ്റ് ടൈമാണ് ഡബ്ലിൻ സൂ കാണാൻ പോകുന്നത്. ഇവിടെ ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി നടക്കാൻ ഒരു പ്രത്യേക രസമാണ്. യൂറോപ്പിലെ ഏറ്റവും വലിയ അർബൻ പാർക്കാണ് ഫീനിക്സ് പാർക്ക്. ആ പാർക്കിൻ്റെ ഉള്ളിലാണ് ഡബ്ലിൻ സൂ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഞാനും മിഥുൻ എന്നാട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര്. അപ്പം ഞാൻ മിഥു എന്നാണ് വിളിക്കാറ്. ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് നമ്മളെ നാട്ടിലുള്ള പോലെ ടോയ് ഷോപ്സ് സൂവിൻ്റെ പുറത്ത് കണ്ടത്. ഇത് നിറയെ സ്റ്റഫ്ഡ് ആനിമൽസ് ആണ്. കുട്ടികളെ അട്രാക്ട് ചെയ്യിപ്പിക്കാൻ വേറൊന്നും വേണ്ടല്ലോ, ഇത് തന്നെ ധാരാളം. എനിക്കും എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. അങ്ങനെ ഇതൊക്കെ നോക്കി കുറച്ചു നേരം സൂവിൻ്റെ പുറത്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും ടിക്കറ്റ് എടുത്തു. രണ്ടുപേർക്കും കൂടെ 51 യൂറോ ആയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ കയറിയപ്പോഴാണ് അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു മനസ്സിലായത്. പുറത്ത് ആരെയും അങ്ങനെ കണ്ടിട്ടില്ലായിരുന്നു, പക്ഷേ ഉള്ളിൽ അത്യാവശ്യം നല്ല ആൾക്കാരുണ്ടായിരുന്നു. ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ പ്രത്യേകതകളാണല്ലോ, അവർ പ്ലാസ്റ്റിക് ഫ്രീ ഇനീഷ്യേറ്റീവ്സ് പ്രൊമോട്ട് ചെയ്യുകയും അതേപോലെ റീസൈക്ലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും അത് ഈ സൂവിൽ ഞാൻ കണ്ടു. അതുപോലെ തന്നെ ടൂറിസ്റ്റുകൾക്ക് റെക്കമെൻഡഡ് റൂട്ട് കാണിക്കുന്ന സൈൻ ബോർഡുകളും എവിടെ നോക്കിയാലും ഈ സൂവിൽ കാണാമായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ കണ്ടത് ഒരു ടൈപ്പ് മങ്കിയ. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, അതിൻ്റെ ഫോട്ടോയും എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ നോട്ടീസ് ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ബട്ട് റീജിയൻ ഹാർട്ട് ഷേപ്പാണ്. ഇത് ഏത് ടൈപ്പ് മങ്കിയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഓരോ ആനിമലിൻ്റെ സ്ഥലത്തെത്തുമ്പോഴും അതിനെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ബോർഡ് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നോട് മറന്നുപോയി. അങ്ങനെ ഇതിനെ കുറച്ച് നേരം നോക്കി നിന്ന് ഞങ്ങൾ മെല്ലെ അടുത്ത സ്ഥലത്തേക്ക് നടന്നു. എൻ്റെ മുന്നിൽ നടക്കുന്നത് കേട്ടോ മിഥു. ഈ ടീഷർട്ട് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ആളൊരു കട്ട FCB ഫാനാണ്. ആളെ ഓവർടേക്ക് ചെയ്ത് കുറച്ച് നേരം ഞാനും മുന്നിൽ നടന്നു. എനിക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ എവിടെ കണ്ടാലും ഫോട്ടോയോ വീഡിയോയോ എടുക്കും. അയർലൻഡിലെത്തിയവരെ ഞാൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് കണ്ടു. അതിൻ്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും എൻ്റെ ഗാലറിയിലുണ്ട്. അതിപ്പോൾ റോഡ് സൈഡിൽ വളരുന്ന കുറ്റിച്ചെടിയിലെ പൂവാണെങ്കിലും എന്തോ ഒരു ഭംഗിയാണ് ഇവിടുത്തെ ഫ്ലവേഴ്സ് കാണാൻ. ശരിക്കും ഈ ഡബ്ലിൻ സൂ നമ്മൾ ഹ്യൂമൻസിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, അവിടുത്തെ ആനിമൽസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എല്ലാ ഇലകളും ചെടികളും പൂക്കളും ഈവൻ ആ ആർട്ടിഫിഷ്യൽ പോണ്ട് വരെ അത്രയ്ക്കും നല്ല ഭംഗിയിലാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയപ്പം ഒറാങ്കുട്ടനെ കണ്ടു. ഒറാങ്കുട്ടൻ്റെ ഒരു പ്രത്യേകത ഉണ്ട്, നമ്മൾ ഹ്യൂമൻസായിട്ട് 97% DNA ഷെയർ ചെയ്യുന്ന ആളാണ്. അതേപോലെ തന്നെ വേൾഡിലെ ലാർജസ്റ്റ് ട്രീ ഡ്വെല്ലിങ് ആനിമലാണ്. പിന്നെ കുറച്ച് നേരം ഞങ്ങൾ രണ്ടുപേരും അവനെ തന്നെ നോക്കിയിരുന്നു, അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന്. സൂവിൻ്റെ ഓരോ മുക്കിലും മൂലയിലും ഇതേപോലെ കീപ്പർ ടോക്സ് കാണാം. അതായത് പബ്ലിക് അവയർനെസ്സിനും കുട്ടികൾക്ക് എഡ്യൂക്കേഷണൽ പർപ്പസിനും വേണ്ടിയിട്ടാണ് ഈ ഒരു പരിപാടി. ആ ജീവികളെക്കുറിച്ച് കാര്യമായിട്ട് പറഞ്ഞു തരും. ഇദ്ദേഹമാണ് റെഡ് റഫ് ലീമർ. മഡഗാസ്കർ അയർലൻഡിൽ നിന്നാണ് പോലെ ആളുടെ വരവ്. ഫ്രൂട്ട്സ് മാത്രം കഴിച്ചു ജീവിക്കുന്ന പാവം ജീവി. കുട്ടികൾക്കായിട്ട് ഡബ്ലിൻ സൂ ഒരുക്കി വെച്ച് കുറച്ച് എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ട്. അതിലൊന്നാണ് പ്ലേ ഫോറസ്റ്റ്. അടുത്തതായി ഞങ്ങൾ കണ്ടത് ഫ്ലെമിംഗോനെ.
പ്രത്യേകത ഉണ്ട്. എത്ര നേരം വേണമെങ്കിലും ഒറ്റക്കാലിൽ നിൽക്കാം. ലൈറ്റ് പിങ്ക് കളർ ആയതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ നിങ്ങൾ കാണാൻ പോകുന്നതാണ് ഞങ്ങളുടെ പൂക്കി മൊമെൻറ്റ്സ്. ഇതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. ആ സൂവിൽ വെറുതെ നടക്കുമ്പോൾ എടുത്ത ചെറിയ ചെറിയ ക്യൂട്ട് വീഡിയോസ്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സീ ലയൺസിനെ കണ്ടു. ഇവർക്കൊരു പേരുണ്ട്, നാപ്പ് ചാമ്പ്യൻസ്. പേര് പോലെ തന്നെ ഫുൾ ടൈം ഉറക്കാൻ തോന്നുന്നു. ഞങ്ങൾ വന്നപ്പോൾ മുതൽ കുറേ നേരം അതിനെ നോക്കിയിരുന്നു. ദൂരെ ഒരു റോക്കിൻ്റെ മുകളിൽ അട്ടയിട്ട പോലെ 3 എണ്ണവും കിടന്നുറങ്ങായിരുന്നു. ഇവരെക്കുറിച്ച് ആ ബോർഡിൽ പറഞ്ഞിട്ടുണ്ട്, ഇവർക്ക് ഫ്ലോട്ട് ചെയ്തുകൊണ്ടും ഉറങ്ങാൻ പറ്റുന്നു. ഇതിനെ ഒന്ന് അടുത്തുനിന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ റെക്കമെൻഡഡ് റൂട്ട്സിൻ്റെ സൈൻ ബോർഡ്സ് ഉണ്ട്. ആ ഡയറക്ഷൻ നോക്കി പോയി കഴിഞ്ഞാൽ കറക്റ്റ് നമ്മൾ ഒന്നും മിസ് ചെയ്യാതെ എല്ലാ ആനിമൽസിനെയും കവർ ചെയ്ത് കാണാൻ പറ്റും. That they use to tap on wood, and basically, like say a tree like this, using their ears, they can hear if the wood is empty or not. And if the wood is full of like termites or ants, something yummy for eyes, then they use. ഒരുപാട് നടന്ന് ക്ഷീണിക്കുമ്പം ഇടയ്ക്ക് റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇതേപോലെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഈ സൂവിലുണ്ട് കേട്ടോ. അതേപോലെ കുറേ വെൻഡിങ് മെഷീൻസും നമുക്ക് കാണാൻ പറ്റും. ഫുൾ ടൈം വെള്ളത്തിലിരിക്കുന്ന ആനിമലാണെന്ന് കേട്ടിട്ടുണ്ട് ഹിപ്പോനെ പറ്റി. പക്ഷെ ഞാനിവിടെ കണ്ടത് ആള് ലോണിൽ കിടന്നുറങ്ങുകയായിരുന്നു. കുറേ നേരമായില്ലേ നിങ്ങൾ ആനിമൽസിനെ മാത്രം കണ്ട് ബോറടിക്കുന്നത്. ഇനി എന്നെ കാണാം. ഇതാണ് ഞാൻ. എന്നെക്കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം. ഈ സൂവിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലമാണിത്. ഈ ഒരു ആഫ്രിക്കൻ സാവന്ന മിമിക് ചെയ്യുന്ന രീതിയിൽ ഇവർ സെറ്റ് ചെയ്ത ഈ ബയോസോൺ ഉണ്ടല്ലോ, അടിപൊളിയാണ്. അത്രയ്ക്കും നാച്ചുറലിസ്റ്റിക് ആയിട്ടുള്ള എക്കോസിസ്റ്റമാണ് ഇവരിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് പറയാതെ പറ്റില്ല. നാട്ടിലെ സൂവിലൊക്കെ ടൂർ പോയപ്പോൾ ജിറാഫിനെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്രയ്ക്കും വലിയ ജിറാഫിനെ ഞാൻ ആദ്യമായിട്ടായിരിക്കും കണ്ടിട്ടുണ്ടാവുക. ഇതിനൊന്ന് അടുത്ത് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഈ ജിറാഫിനെയും നമ്മൾ ഹ്യൂമൻസിനെയും നെക്ക് ബോൺസിൻ്റെ നമ്പർ സെയിം ആണ്, 7. പക്ഷേ ഇവരുടെ ഓരോ നെക്ക് ബോണും 30 സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് ലെങ്ത്. ഈ ജിറാഫിൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്കൊരാളെ കാണാം, ഒരു സീബ്രേനെ. മിതു കളിയാക്കുകയായിരുന്നു ഞാൻ കച്ചറുണ്ടാക്കിയിട്ട് തെറ്റി നിൽക്കുന്നത് ഇങ്ങനെയാണെന്ന്. വഴക്കിട്ട് നിൽക്കുന്ന ഞാനാണ് പോലെ ഇത്. സത്യത്തിൽ ആ നിപ്പ് കണ്ടപ്പോൾ എനിക്കും ചിരി വന്നു. ജിറാഫുള്ള ഈ സെയിം പ്ലെയിനിൽ തന്നെയാണ് കേട്ടോ സീബ്രാസും.
പിന്നീട് കണ്ടത് റൈനോസേഴ്സിനാണ്. റൈനോസിനൊരു പ്രത്യേകത ഉണ്ട്. ഇവരുടെ ഹോണ്, അതായത് കൊമ്പ്, അതിന് റീജനറേറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. ഇതിപ്പോൾ വഴക്കിട്ട് അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി ഇടിച്ച് അത് ബ്രേക്ക് ആവുകയാണെങ്കിൽ അത് തന്നെ വളർന്നോളും. അങ്ങനെ കുറേ നടന്ന് ക്ഷണിച്ചപ്പോൾ ഞങ്ങൾ തണലത്ത് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. നല്ല വെയിലായിരുന്നു സത്യം പറഞ്ഞാൽ. ടൂറിസ്റ്റുകൾക്ക് കയറി നിൽക്കാൻ ഇതേപോലത്തെ ചെറിയ ചെറിയ ഹട്ടുകൾ അവിടെയുണ്ട്. ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. കുറേ ആയി നടക്കുന്നു. ഈ റൈനോനൊരു പ്രത്യേകത ഉണ്ട്, ഞാൻ പറയാൻ വിട്ടുപോയി. ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ഡങ് പൈൽസിലൂടെ. ഡങ് പൈൽസ് മീൻസ് അവരുടെ പൂപ്പ്. അതാണ് ഇവരുടെ GPS. അത് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്തപ്പോൾ കണ്ട ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫൺ ഫാക്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഞാൻ ഷെയർ ചെയ്തു. സൂല് അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഹെൻസിലൊക്കെ ഇതേപോലെ സൈൻ ബോർഡ്. ഇതെനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അങ്ങനെ കുറച്ച് ദൂരം കൂടെ ഞങ്ങൾ കഥ പറഞ്ഞിങ്ങനെ നടന്നു. പിന്നെ വീണ്ടും ഞങ്ങളുടെ പൂക്കി മൊമെന്റ്സ്. രണ്ടുപേരും ക്യാമറ ഷൈയാണ്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഒറാങ്കുട്ടൻ നമ്മളായിട്ട് 97% DNA ഷെയർ ചെയ്യുന്നുണ്ടെന്ന്. അതിനേക്കാളും 1%, അതായത് 98% നമ്മളെ DNA ഷെയർ ചെയ്യുന്ന ആളാണ് ഗൊറില്ല. അങ്ങനെ ഞങ്ങളൊരു 4 ഗൊറില്ലയെ കണ്ടു. ആയിട്ടുള്ളൊരു ജെൻസി ഇൻട്രോവേർട്ട് ആയിട്ടുള്ളൊരു മില്ലേനിയലിനെ ഉപദ്രവിക്കുന്നതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവം ഇതു. പിന്നെ ഞങ്ങളൊരു ബേർഡിനെ കണ്ടു. ഈ ബേർഡിനെ ഞാൻ ഇതിനു മുമ്പ് യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭയങ്കര വിയേർഡ് ആയിട്ടുള്ള സൗണ്ട്. അതുകൊണ്ട് ഇതിന് തണ്ടർ ബേർഡ്സ് എന്നൊരു നിക് നെയിം ഉണ്ട്. ജയന്റ് ടോർട്ടോയ്സ് ഓൾമോസ്റ്റ് 150 years ഓൾഡ് ഉണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് 1 year ഫുഡും വാട്ടറും ഇല്ലാതെ സർവൈവ് ചെയ്യാനും പറ്റും. ഓരോ സ്ഥലത്തെത്തുമ്പോഴും ഞാൻ ഇതുപോലെ വീഡിയോ എടുക്കുന്നതിനെ കളിയാക്കുകയാണ് ഈ മിതു. പിന്നീട് ഞാൻ ജീവിതത്തിൽ കാണാത്തൊരു മൃഗത്തിനെ കണ്ടു, ഒക്കാപ്പി. ഇത് ജിറാഫിൻ്റെ ഫാമിലിയിൽ പെട്ടതാണത്രേ. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഫോറസ്റ്റ് ജിറാഫ് എന്നാണ് ഇതിനെ വിളിക്കുക. പക്ഷേ ഇതിന് സീബ്രയുടെ കാലും മാനിൻ്റെ ബോഡി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ അതിനെയും കണ്ട് ഞങ്ങൾ കുറച്ചും കൂടെ മുന്നോട്ട് നടന്നു. അങ്ങനെ നടന്ന് അറിയാലോ ഞാനൊരു ഫ്ലവർ ഫാനാണ്. അപ്പോൾ കാണുന്ന ഫ്ലവറൊക്കെ ഇതേപോലെ വീഡിയോ എടുത്ത് വെക്കും.
ഓൾമോസ്റ്റ് സൂ ഫുള്ള് കണ്ട് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നടന്നപ്പം അവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കുട്ടികളെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കുറേ കാര്യങ്ങൾ കണ്ടു. അതിലൊന്നാണ് ജുറാസിക് ട്രെയിൽ എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ പോയിട്ടില്ല. ജുറാസിക് പാർക്ക് മിമിക്കുന്ന രീതിയിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു. എന്തായാലും ഞങ്ങൾ ഉള്ളിൽ പോയിട്ടില്ല. അങ്ങനെ ഓൾമോസ്റ്റ് ഞങ്ങൾ പുറത്തെത്തി. നല്ല ഉച്ച സമയമായതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പം നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്തായാലും ഫുഡ് കഴിക്കലിലാണല്ലോ. സ്പൈസ് വില്ലേജ് റിയൽട്ടോ, ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഫുഡ് സ്പോട്ടാണ്. ഇവിടെ സാറ്റർഡേ സൺഡേ ബുഫേ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് കഴിച്ചത് മലബാർ നിക്കാഹ് ബിരിയാണി ആയിരുന്നു. അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് ഞങ്ങൾ ഞങ്ങളെ വീട്ടിലേക്ക് പോയി. നെക്സ്റ്റ് എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസായിട്ട് ഞാൻ വരാം. എന്തായാലും എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ നെക്സ്റ്റ് വീഡിയോസിലായിട്ട് മെല്ലെ മെല്ലെ പറയാം. അപ്പം അടുത്ത വീഡിയോ എന്തായാലും കാണാൻ മറക്കരുത്. ബൈ ഗൈസ്.